Hello guys. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഗുരുവായൂർ ട്രിപ്പാണ് പോകാൻ പോകുന്നത്. കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ഗുരുവായൂർ പോയൊന്ന് കുളിച്ച് തൊഴണമെന്ന്. പക്ഷേ ഓരോ തവണയും എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇതൊന്ന് നീങ്ങി പോകായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇന്നങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനും ഇപ്പം പ്രീതി ചേച്ചിയും 2 കുട്ടീസും കൂടി നേരെ ഗുരുവായൂർക്ക് പോവാണ്. ഫ്രൈഡേ ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് എല്ലാവരും എന്നെ വന്ന് പിക്ക് ചെയ്യുക ചെയ്തത്, കാരണം എനിക്കെന്ന് വർക്ക് ഉണ്ടായിരുന്നേ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്താറായപ്പോഴത്തേക്കും മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എത്താറായപ്പോഴാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു സ്പോട്ടിൽ വണ്ടി നിർത്തിയത്. ഈ ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് കയറിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. ബോയോ ഓഫീസിൽ നിന്ന് നേരെയാണ് വന്നത്. അതുകൊണ്ട് ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാൻ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കണ്ടൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി. കറക്കെല്ലാം കഴിഞ്ഞ് റൂമിലൊന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞുകൊണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നില്ലാത്തത് കൊണ്ടും വെളുപ്പിന് എഴുന്നേക്കണം എന്നുള്ളത് കൊണ്ട് വേഗം കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും റൂമിലേക്ക് പോയതെങ്കിലും നടന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കണ്ണന് കൊടുക്കാനാന്നും പറഞ്ഞ് നന്നു ഒരു തുളസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റോറിയാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാല എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ വന്നതാണ് ഇത്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത് ഒട്ടും കണ്ടില്ല. ഇത്ര നേരം ചൂട് സഹിച്ചിരുന്നിട്ട് ഒന്നും കാണിയിട്ടില്ല. ചെറുതായിട്ടൊരു തളർന്ന പോലെ ഉണ്ട്. പിന്നീട് അവിടെ നടന്നത് വേഗം കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു പോയ ഞങ്ങളുടെ കലാപരിപാടികളായിരുന്നു. ഇതിനെല്ലാം ശേഷം എപ്പോഴാണ് കിടന്ന് ഉറങ്ങിയെന്ന് പോലും സത്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. അലാറം അടിച്ചപ്പോഴാണ് ഞെട്ടി എഴുന്നേറ്റത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് ഒരു 3 മണിക്കെങ്കിലും വെളുപ്പിനെ പോയി ക്യൂ നിൽക്കണം എന്ന് തലേ ദിവസം തന്നെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 2-2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും റെഡിയാവലും ആദിയുടെ മുണ്ടെടുക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. പിന്നീട് ഒരു 3-3.5 മണിക്കൂറത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യൂ നിൽക്കലിന് ശേഷം ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ 8 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. തൊഴാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം എന്നാണ് അപ്പം വിചാരിച്ചത്. ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നട അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് വടക്കുന്നാഥൻ്റെ അമ്പലത്തിലും തൊഴാൻ പറ്റി. അടുത്തത് എങ്ങോട്ട് എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് മാമ്പ പറഞ്ഞത്, നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ വരെ കൂടി പോയിട്ട് തിരിച്ചു വന്നാലോ എന്ന്. ഇത് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടാണ്. വഴിയിൽ എല്ലായിടത്തും വൈൽഡ് ആനിമൽസ് ഉണ്ടാവും, ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റിലത്തെ ഉറക്കം ശരിയായില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു ചെറിയ പവർ നാപ്പൊക്കെ എടുത്തിട്ടായിരുന്നു മുമ്പ് ഡ്രൈവ് ചെയ്തത്. മങ്കീനെ നമ്മൾ എപ്പോഴും കാണാറുണ്ടെങ്കിലും ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ മാനിനെ കണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടം മാനുണ്ടായിരുന്നു. അത് ശരിക്കും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത്രയും അടുത്ത് നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ദൂരത്തായിരുന്നു ആ ഒരു കൂട്ടം മാനുകളുണ്ടായിരുന്നത്. അവിടെ നിന്ന് ചെറിയൊരു എൻട്രി പാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളതൊക്കെ എടുത്തു. ഞങ്ങളിവിടെ വന്ന് ടൈം നല്ല കറക്റ്റ് ടൈമായിരുന്നു. ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തെടുത്ത് സെക്കൻഡ് നല്ല കലക്കലായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നത്തിങ് ടു ഡു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടിയുടെ അകത്ത് ട്രാപ്പ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ആശിച്ച് മോഹിച്ചൊന്ന് വാഴച്ചാൽ വന്നതാണ്. ബട്ട് ആതിരപ്പള്ളി വന്നതാണ്. ആതിരപ്പള്ളി വാഴച്ചാൽ എല്ലാ സൈഡിലും. ഞങ്ങൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? അതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫോൾസ് കാണാനാണ് വന്നിരിക്കുന്നത്. ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നു, പെട്ടെന്നുണ്ടായതാണ്. ഞങ്ങൾ നേരെ ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് വെച്ച് പിടിച്ചു ഗൈസ്. നനയാം. ഈ മലയുടെ മുകളിൽ എന്താ ഉള്ളത്? തമന്ന. കുറച്ചു നേരം താഴെയെല്ലാം നിന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി കേട്ടോ. മുകളിലേക്ക് കയറുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നെങ്കിലും ഞങ്ങൾ മുകളിൽ എത്തിയതിന് ശേഷം നന്നായിട്ട് എൻജോയ് ചെയ്തു.
ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയൊരു ടോയാട്ടോ. ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയി ആ നനഞ്ഞ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫ്രഷായി തിരിച്ചു പോരാനുള്ള പ്ലാനിലേക്കായി. അപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആലോചന മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ അറേബ്യൻ പാലസിൽ പോയി അവിടെ നിന്ന് നല്ല ചൂട് മന്തി കഴിച്ചു. അതിനുശേഷം ആ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ് ഉണ്ടായത്. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുക ഉണ്ടായത്. ഓക്കെ, ബൈ.